UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അതിൻ്റെ മധുവിധ കാലം അവസാനിക്കുകയാണ്. പ്രതിപക്ഷത്ത് നിന്നപ്പോൾ പലരും പലതും പ്രസംഗിച്ചിട്ടുണ്ട്. അത് സാധാരണ പതിവുള്ളതാണ്. ഈ പ്രസംഗിച്ചതൊക്കെയും ഭരണത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയ ചരിത്രമില്ല. ഉദാഹരണത്തിന് 2500 ക്ഷേമ പെൻഷനാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന LDF ഗവൺമെൻറ് 4.25 വർഷം ഭരിച്ചിട്ടും 100 രൂപ അതിൽ വർദ്ധിപ്പിച്ചില്ലല്ലോ. അന്നാരും എന്തുകൊണ്ട് വർദ്ധിപ്പിച്ചില്ല എന്ന് ചോദിച്ചിട്ടുമില്ല. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ നടക്കുന്ന പതിവ് കാര്യങ്ങളാണ്. ഇവിടെ ഇപ്പോൾ ഭരണം ലഭിച്ചതിന് ശേഷം പ്രതിപക്ഷത്തിൽ നിന്നപ്പോൾ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും യൂട്യൂബിലും മറ്റും ലഭ്യമാണ്. ആർക്കും അത് നിഷേധിക്കാൻ കഴിയാത്തവണ്ണം ഇവിടെയുണ്ട്. ചില മർമ്മപ്രധാനമായ കാര്യങ്ങളിലെങ്കിലും നേരത്തെ പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ നിൽക്കാതെ മുന്നോട്ട് പോയാൽ ഇടതുപക്ഷത്തിന് വന്ന ഗതി തന്നെ ആയിരിക്കും UDFനും വരിക എന്ന് വേണം കരുതാൻ. ഒന്നാമതായി പറയുമ്പോൾ PM ശ്രീയുടെ കാര്യമാണ്. PM ശ്രീ ഇവിടെ കൊണ്ടുവന്നത് അതിനെ സംബന്ധിച്ച് 2024 മുതൽ ചർച്ച ചെയ്ത് സ്വന്തം ഘടകകക്ഷിയെപ്പോലും അറിയിക്കാതെ അതിൽ പോയി ഒപ്പിട്ടത് പിണറായി ഗവൺമെൻറ്റാണ്. അത് ഇവിടെ CPIക്കാരുടെ വിമർശനമുണ്ടായപ്പോൾ അവർ പോയി ഞങ്ങൾ പിന്മാറുകയാണ് എന്ന ഒരു വാക്ക് പറഞ്ഞു പോന്നിട്ടുണ്ട്. രേഖാമൂലം ഒന്നും കൊടുത്തിട്ടില്ല. അതങ്ങനെ തന്നെ നിൽക്കുകയാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത് മതി. ഈ ഒരു പറച്ചിൽ കൊണ്ട് തന്നെ അത് പിന്നീട് കേന്ദ്രം നടപ്പിലാക്കുകയില്ല എന്ന ഉറച്ച ബോധ്യം LDFന് ഉണ്ടെങ്കിൽ ആ ബോധ്യത്തിൽ തന്നെ അവിടെ നിൽക്കട്ടെ എന്ന് വെക്കാനേ ഉള്ളൂ ഈ കാര്യം. പക്ഷേ ഗവൺമെൻറ് ഇപ്പോൾ ഭരണത്തിൽ വന്നപ്പോൾ ഒരു 4 അംഗ സമിതിയെ ഇത് പഠിക്കുവാൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ഈ നിയോഗിക്കപ്പെട്ടവരിൽ ഒരു സംശയത്തിനൊഴിച്ചുള്ള മറ്റു 3 പേരും കേരളത്തിൽ PMC നടപ്പിലാക്കിയാൽ എന്തെങ്കിലും കാര്യമായ അപകടമുണ്ട് എന്ന് മനസ്സറിഞ്ഞ് വിശ്വസിക്കുന്നവരല്ല. എങ്കിലും അതിൻ്റെ തീരുമാനം എന്താകും എന്ന് ഇപ്പോൾ പറയാനായിട്ടില്ല. എങ്കിലും മുസ്ലിം ലീഗുകാരുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഇക്കാര്യത്തിൽ ശക്തമായ ഒരു പ്രതിഷേധത്തിൻ്റെ സ്വരം ഉണ്ടാകുന്നില്ല എന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ വിഷയം നമുക്ക് അല്പം കൂടി വെയിറ്റ് ചെയ്ത് തീരുമാനിക്കാം എന്നാണ് തോന്നുന്നത്. മറ്റൊരു കാര്യം, PMY പദ്ധതിയിലൂടെ എടുക്കുന്ന വീടുകൾക്ക് ഒരു എംബ്ലം വെക്കണം എന്ന ഒരു നിർദ്ദേശം കേന്ദ്രം നേരത്തെ നൽകിയിട്ടുണ്ട്. ഇത് LDF ഗവൺമെൻറ് അംഗീകരിക്കുകയും അന്ന് നിർമ്മിച്ച വീടുകൾക്ക് ഈ എംബ്ലം വെക്കുകയും അതിൻ്റെ ഉദ്ഘാടനം മന്ത്രി ശിവൻകുട്ടി തന്നെ നടത്തുകയും ചെയ്യുന്നുണ്ട്. വസ്തുത ഇതാണെന്നിരിക്കെ ഇന്നലെ ഷാജി കുറേ നേരം പത്രസമ്മേളനം നടത്തിയിട്ടും ഇത് LDFൻ്റെ ഭരണകാലത്തും ഈ എംബ്ലം വെച്ചിരുന്നു എന്ന് പറഞ്ഞ് കാണുന്നില്ല. സഖാക്കന്മാരാകട്ടെ അവരുടെ പതിവ് ശൈലി അനുസരിച്ച് ഈ എംബ്ലത്തെ ഒരു ഫോട്ടോയാക്കി മാറ്റി ആ ഫോട്ടോ വെക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് വാർത്ത വഴി തിരിച്ചു വിടുവാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്ന സന്ദർഭത്തിൽ പോലും ഷാജി എന്തുകൊണ്ട് ഇത് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ തന്നെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ എംബ്ലം എന്ന് പറഞ്ഞില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൂടാതെ മുസ്ലിം ലീഗുകാർ ഈ കേരളത്തിൽ മതേതരത്വം നടപ്പിലാക്കുന്നവരാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടി ഒട്ടേറെ സാഹസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു സാഹസമാണ് ഇപ്പോൾ കാസർഗോഡ് ഒരു RSSകാരൻ്റെ മൃതദേഹം ദഹിപ്പിച്ച സംഭവം. അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ ഒരു വാർഡ് മെമ്പറായ, ബ്ലോക്ക് മെമ്പറായ വനിതയാണ് അതിന് മുൻകൈ എടുത്തതും ദഹിപ്പിച്ചതും. അതിൻ്റെ കുടുംബത്തിൻ്റെ ഒരു രേഖാമൂലം പെർമിഷനൊക്കെ വാങ്ങിയിരുന്നു എന്നാണ് അവർ പറയുന്നതെങ്കിലും ദഹിപ്പിക്കൽ കഴിഞ്ഞതിന് ശേഷം RSSകാർ ഇത് അംഗീകരിച്ചിട്ടില്ല. ഈ മെമ്പർ അവിടെ വന്ന് ഈ ദഹിപ്പിക്കുമ്പോൾ ഒരു വിറകുകൊള്ളി ഞാൻ വെച്ചോട്ടെ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിനനുവദിച്ചു.
അത് അവർ ഫോട്ടോ എടുത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്നാണ് സംഘപരിവാരങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ വനിതാ മെമ്പർ അങ്ങനെ ഏതെങ്കിലും ഒരു വിറക് വെച്ച് മാത്രം പബ്ലിസിറ്റി നേടുന്ന ആളല്ല. UDF ഗവൺമെൻറ് സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി 10 ലക്ഷം രൂപ സംഭാവന നൽകിയ ഒരു വനിതയാണ്. എങ്കിലും ക്ഷീരമുള്ളോർ അകിടിന് ചുവട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം എന്ന് പറഞ്ഞതുപോലെ ഈ വിഷയത്തിലും സംഘികൾ വർഗീയതയാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ കേരളത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കുന്ന ആൾ ഒരു ശേഷാദ്രിയാണ്. അയാൾ ചാലപ്പുറത്തുകാരനാണ്. അയാൾ സംഘ് പശ്ചാത്തലമുള്ള ആളാണ് എന്ന് ആണ് വിമർശനം. അത് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി റിയാസ് തന്നെ പരസ്യമായി ചാനലിലൂടെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. ഇങ്ങനെ വിമർശിക്കുന്ന ആളുകളോട് ഷാജിയുടെ ചോദ്യം, ഒരാളൽപ്പം മതപരമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് എന്നതുകൊണ്ട് അയാൾ സംഘി ആകുമോ എന്നാണ്. എത്ര ലളിതമായ ഒരു ചോദ്യമാണ് ഷാജി ചോദിക്കുന്നത് എന്ന് ആരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാരണം കേരളത്തിൽ ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും പാർലമെൻറ്റ് സീറ്റ് വിഭജനവും അസംബ്ലി സീറ്റ് വിഭജനവുമൊക്കെ നടക്കാൻ പോകുന്ന വർഷമാണ് UDFൻ്റെ മുമ്പിൽ വരാനുള്ളത്. ഇത്തരമൊരു സന്ദർഭത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിൽക്കുന്ന ഒരാൾക്ക് ഒരു സംഘീയ പശ്ചാത്തലമുള്ള ആളാണോ എന്ന് വ്യക്തമായി പരിശോധിച്ചിട്ട് വേണം അങ്ങനെ ഒരാളെ നിയമിക്കാൻ. അവിടെയും മുസ്ലിം ലീഗുകാർ മതേതരത്വം പറയുകയാണ്. മുസ്ലിം ലീഗുകാർ ഈ സുരേന്ദ്രന്മാരുടെ കയ്യടി നേടുവാൻ വലിയ സാഹസമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. PM ശ്രീയിൽ ഒപ്പിടുവാൻ മുസ്ലിം ലീഗ് മന്ത്രി തന്നെ ഉള്ളപ്പോൾ സാധിക്കുന്നത് വലിയ കാര്യമാണ് എന്ന് സുരേന്ദ്രൻ ആവേശം കൊള്ളുന്നതിൽ നിന്ന് തന്നെ PM ശ്രീയിലൂടെ വരാൻ പോകുന്ന വർഗീയത എത്രയാണ് എന്ന് ഏവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇതൊന്നും ലീഗുകാർ കണ്ട ഭാവം നടിക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് വന്ന ഒരു വാർത്തയിൽ ഏതോ ഒരാളെ നിയമിക്കാൻ പോകുന്നു. അയാൾ നേരത്തെ ഇടതുപക്ഷം അതേപോലെ ഈ പിൻവാതിലൂടെ നിയമിച്ച ആൾ അയാളെ തന്നെയാണ് നിയമിക്കാൻ പോകുന്നത് എന്നൊക്കെ വാർത്ത കാണുന്നു. ചുരുക്കി പറഞ്ഞാൽ ഭരണത്തിൽ വന്നപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മറന്ന് കൊമ്പന് പിന്നാലെ മോഴയും എന്ന പോലെ LDF ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെയും ചെയ്യുകയും അതിനൊക്കെ LDF കാലത്ത് ചെയ്തില്ലേ എന്ന ചോദ്യം കൊണ്ട് അടിച്ചമർത്താനുമാണ് ഈ ഗവൺമെൻറ് ശ്രമിക്കുന്നത് എന്ന് തോന്നുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഇത് തന്നെയാണ് ഉണ്ടായത്. വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ബർക്കാടി കമ്പനിയുമായി എല്ലാ ചർച്ചകളും നടത്തിയത് ഗോവിന്ദനാണ്. അത് ഏതാണ്ട് തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞ കാര്യമാണ്. എന്നാൽ അതിൻ്റെ നികുതി ഘടന മാത്രം തീരുമാനിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. UDF ഗവൺമെൻറ് ഇക്കാര്യത്തിന് അന്ന് വലിയ വിമർശനം നടത്തിയിരുന്നു. കാരണം വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലും പെപ്സിയും കോളയും കൊണ്ടു നടക്കാൻ കഴിയുന്നത് പോലെ തൻ്റെ ബാഗിലിട്ട് കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു പാനീയമായിട്ടാണ് അതിവിടെ വരുന്നത്. തികച്ചും വരുന്ന തലമുറയെ മദ്യപാനശീലം പഠിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് LDF അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതേ ലക്ഷ്യം തന്നെ സതീശനും ഏറ്റെടുക്കുമ്പോൾ നമുക്കിത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇത് LDFന് ചെയ്യാവുന്നതാണ്. കാരണം അവർക്ക് കേരളം മൊത്തം മദ്യത്തിൽ മുക്കണം എന്നവരുടെ നയമാണ്. ഈ നയമല്ലല്ലോ UDFനുള്ളത്. മാത്രമല്ല UDFന് വോട്ട് ചെയ്യുന്ന പല മതവിഭാഗങ്ങളും ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകളെല്ലാം തന്നെ മദ്യത്തിന് എതിരാണ്. അവരൊക്കെ വോട്ട് ചെയ്തുകൊണ്ടാണ് UDF ഇത്ര ഭൂരിപക്ഷത്തോടുകൂടി ഭരണത്തിൽ വന്നത്. അപ്പോൾ LDF ഗവൺമെൻറ് ചെയ്തു വച്ചില്ലേ, ഞാനതിൻ്റെ നികുതി മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് സതീശൻ കഴുകുന്നിടത്ത് അല്പം വശപ്പശ കൊണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. ബജറ്റിൽ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അത് നേരത്തെ ആരുമായും ചർച്ച ചെയ്യാറില്ല. അത് ഇനി UDF യോഗം ചേർന്നാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും
ഇങ്ങനെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് വളരെ നികുതി കുറച്ചു കൊടുക്കുവാൻ വേണ്ടി ഈ ബജറ്റ് ചർച്ചയിൽ തന്നെ മുഖ്യമന്ത്രി ശ്രമിച്ചത് ന്യായീകരിക്കത്തക്ക ഒരു കാര്യമാണെന്ന് പറയാൻ കഴിയില്ല. ഇനി അതിൽ നിന്ന് പിന്മാറേണ്ടി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും പിന്നീട് ഇതിങ്ങനെ അത് പിൻവലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നത് പതിവാക്കുന്നത് ഏതായാലും ഉചിതമല്ല. ഏത് കാര്യത്തിനും ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ ഉള്ള കഴിവുണ്ടാകണം. LDF ഗവൺമെൻറ് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ LDFകാരിൽ നിന്ന്, സഖാക്കന്മാരിൽ നിന്ന് പിന്നെ അക്കാര്യത്തിൽ ഒരു എതിർപ്പുണ്ടാവുക പതിവില്ല. അത് എന്ത് കാര്യം ചെയ്താലും അങ്ങനെ പതിവില്ലാത്തത് കൊണ്ടും മുഖ്യമന്ത്രി ചെയ്തതൊക്കെയും അവർ ശിരസാ വഹിച്ചതുകൊണ്ടുമാണ് കേരളത്തിൽ LDF എന്ന് 25 സീറ്റിലേക്ക് എത്തിയത്. അതേ അവസ്ഥയിലേക്ക് തന്നെ എത്താൻ വേണ്ടിയല്ലല്ലോ UDF അധികാരത്തിൽ വന്നതും ഇനി അതിനു വേണ്ടിയല്ലോ ശ്രമിക്കേണ്ടതും. എവിടെയൊക്കെയോ ചില പോരായ്മകൾ ഈ ഗവൺമെൻറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ എന്നോണം ഉണ്ടാകുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഇനി പാർട്ടി UDFിൽ നിന്ന് തന്നെ പരസ്പരം വിമർശനങ്ങളും ചർച്ചകളുമൊക്കെ ഉയർന്നു വരികയും അവർ തന്നെ ചാനലുകളിലും ന്യൂസ് അവറുകളിലും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന സമയത്തിന് അധികം കാത്തിരിക്കേണ്ടി വരികയില്ല എന്ന് വേണം കരുതാൻ.